നമുക്ക് പതുക്കെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം അല്ലേ? ഞാൻ ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ട് സർ. ഓക്കെ. നമ്മൾ ലിവർ എന്ന് പറയുന്ന ഓർഗണിനെ കുറിച്ചാണ് നോക്കിയിട്ട് വന്നത്. 8 മിനിറ്റ്. നമ്മുടെ ഒട്ടുമിക്ക ഏത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, അതായത് ഒരു എക്സ്റ്റേണൽ ഇഞ്ചുറി ഒഴിച്ച് ബാക്കി ഇൻറ്റേർണൽ ഇഞ്ചുറി എന്ത് തന്നെ അല്ല, നമുക്ക് മറ്റേ ഒരു അസുഖം ഉണ്ടെങ്കിലും തന്നെ നമുക്കത് ചുറ്റിത്തിരിഞ്ഞ് ഏതെങ്കിലും ഒരു റോളിൽ ഒരു ചെറുതായിട്ടെങ്കിലും ലിവറിൻ്റെ അവിടെ ഒരു എന്താ പറയുക എത്തി നിൽക്കും നമുക്ക്. അതൊരു എപ്പിലെപ്സി ആണെങ്കിലും ശരി, ഏത് ഡിസീസ് ആണെങ്കിലും കറങ്ങി തിരിഞ്ഞ് വന്ന് നിൽക്കുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ലിവറിലേക്ക് വന്ന് നിൽക്കും. അങ്ങനെ ലിവറിന് കണക്ട് ചെയ്യുന്ന സമയത്ത് എർത്ത് ആൻഡ് ലിവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കമ്പൈൻഡ് ആണ്. കാരണം ലിവറിന് എന്ത് തന്നെ കിട്ടുന്നു അത് മുഴുവനും നമ്മുടെ ഫുഡ് സ്റ്റൈലിൽ നിന്നാണ്, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ്, മറ്റേ റെസ്റ്റും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും. അതേപോലെ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കണം എന്നുണ്ടെങ്കിലും നമ്മുടെ എമോഷണൽ എന്ന് പറയുന്നത് ഫയറാണ് ഹാൻഡിൽ ചെയ്യണത്. പക്ഷെ അങ്ങനെ ആ ഫയറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എമോഷൻ നമുക്ക് ഒരു സന്തോഷമാണെങ്കിലും ശരി, ഏത് ഒരു എമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മറ്റേ എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോ സമയങ്ങളിലും ഓരോ എമോഷണൽ നമ്മൾ മറ്റേ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ എമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനകത്ത് ചീ മൂവ്മെൻറ്റ്സ് നന്നായിരിക്കണം, ഇല്ലേ? അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ചിരിക്കണം എന്ന് വെക്കാം. ഒരു മറ്റേ ന്യൂറോളജിയുടെ ഇഷ്യൂസ് ഉള്ള ഒരാൾക്ക് സിവിയറായിട്ട് പെയിൻ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം വെച്ചാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ എനർജി ഫ്ലോ ഒക്കെ പ്രോപ്പറായിരിക്കണം. അങ്ങനെ എനർജി ഫ്ലോ പ്രോപ്പറായിരുന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു മറ്റേ നമ്മളുടെ എമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സങ്കടമാണെങ്കിലും ശരി, സന്തോഷമാണെങ്കിലും ശരി. അപ്പോൾ അത് ഈ ചീയുടെ സഞ്ചാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ മറ്റേ ഏതൊരു ഓർഗൻ്റെ എമോഷൻസും കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ ചീ മൂവ്മെൻറ്റ്സ് നന്നായിരിക്കണം. ഇങ്ങനെ ചീ മൂവ്മെൻറ്റ്സ് നന്നായിരിക്കണം എന്നുണ്ടെങ്കിൽ ലിവർ വളരെയേറെ പ്രാധാന്യമാണ്. അപ്പോൾ ചീ മൂവ്മെൻ്റ് എന്ന് പറയുന്ന സമയത്ത് ചീ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ശരീരത്തിനകത്ത് ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പറായിട്ട് മൂവ് ആവില്ല. കാരണം ചീയും ബ്ലഡും വന്നിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മളുടെ ജീവനും നമ്മുടെ ശരീരവും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് ചീയും ബ്ലഡും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. രണ്ടിനെയും സെപ്പറേറ്റ് കാണുന്നു എന്ന് മാത്രം, പക്ഷേ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നടക്കുന്നത്. അപ്പം ചീ മൂവ്മെൻറ്റ് കൂടുതലായാൽ ബ്ലഡിൻ്റെ മൂവ്മെൻറ്റ്സ് കുറവായി കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ സർക്കുലേഷനും കുറവാകും. അപ്പം ഇത് ബാലൻസ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവർ എന്ന് പറയുന്ന ഓർഗൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചീ ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കൂ. നമുക്കെന്നെ അറിയാം, ഒരു മരത്തിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താഴോട്ട് അത് വേര് പോകുന്നുണ്ടെങ്കിൽ പോലും അതിന് ഈക്വലായിട്ടോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ ആയിട്ടോ പുറത്തേക്ക് അപ്പർ സ്റ്റേജസിലേക്ക് വളരുന്നതിൻ്റെ അളവ് കൂടുതലാണ്. അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് ഈ ചീ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസെൻഡിങ് ഡിസെൻഡിങ് ട്രാൻസ്വേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ളതിനെയൊക്കെ എനർജീനെയൊക്കെ അപ്വേർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എനർജി ഫ്ലോ നന്നായിരിക്കണം. അങ്ങനെ ഇതിൻ്റെ ചീക്ക് ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്കറിയാം മരങ്ങൾ മുകളിലേക്ക് വളരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലഡ് സർക്കുലേഷനും ചീ സർക്കുലേഷനും ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങോട്ടേക്ക് കയറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്വേർഡിലേക്ക് കയറുന്നതാണ്. ലിവറിലെ ഹീറ്റ് കൂടുമ്പോൾ വരുന്ന ഇറിറ്റേഷനും ദേഷ്യമൊക്കെ. ഇപ്പം നമുക്ക് ചില വീടുകളിൽ ആളുകളുണ്ടാവും, അവർക്ക് തൊട്ടതിനും പിടിച്ചതിനൊക്കെ എപ്പോഴാണ് ദേഷ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. ചില കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും. നന്നായി കളിച്ചുകൊണ്ടിരിക്കും, ചെറിയൊരു കാര്യം മതി അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിവർ ചീ പെട്ടെന്ന് അപ്വേർഡിലേക്ക് മൂവ് ആകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്.
ഇത് മുകളിലേക്ക് മാത്രമല്ല താഴോട്ട് ഇമ്പ്രൂവ് മറ്റേ താഴോട്ട് കൂടുതലാണെങ്കിലും ഏത് വശത്തേക്ക് ഈ ചീ മൂവ്മെൻറ്റ്സ് കൂടുതലായാലും കുറവായാലും ആ ഭാഗത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഒട്ടുമിക്ക ഇഷ്യൂസിനും എങ്ങനെയെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ചീ മൂവ്മെൻറ്റും ബ്ലഡിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ ഡാമ്പിനെസ് ആണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ ലിവറിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൂട്ട് കോസിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ഏത് ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതിനകത്ത് ഇത് ഈ മറ്റേ ലിവറായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ എക്സസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. അതായത് ഇപ്പോൾ ദേഷ്യമൊക്കെ എക്സസ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ സ്ലോനെസ് കുറവാകുന്നത്. ഓക്കെ, 2. പിന്നെ സ്റ്റാഗ്നേഷൻ, അത് ചീലുമാവാം ബ്ലഡുമാവാം. നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന അസുഖങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനെ റൂട്ട് ഔട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലിവറായിട്ട് ഇത് കണക്ട് ചെയ്യും. അപ്പോൾ വേറൊരു ഓർഗൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ആണെങ്കിൽ പോലും നമുക്കിവിടെ ആദ്യം ലിവർ പ്രോപ്പറായി ഇരുന്നാൽ മാത്രമേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം എവിടുന്ന് ഏത് ഓർഗനായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലിവറിൻ്റെ പ്രാധാന്യം നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലോ ഫുഡ് സ്റ്റൈലോ നമ്മൾ മാറ്റാതെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇപ്പോൾ ചിലവർക്ക് ഡ്യൂട്ടിയുടെ ആസ്പെക്ട്സിലായിട്ട് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന വരുന്നുണ്ടെങ്കിൽ പോലും അവരതിന് ഈക്വലൻ്റായിട്ട് ലിവറിന് റെസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഡേ ടൈമിൽ അവർ ഫുള്ള് റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റേതായ ഇപ്പം നമ്മളൊരു ഒരു കുട്ടികളുടെ അടുത്ത് പറയുന്നു അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പറയുന്നു അങ്ങോട്ട് പോകണ്ട, ആ റോഡ് മുഴുവനും മോശമാണ്, വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി ഡാമേജ് ആവുമെന്ന് പറയുന്നത് കേൾക്കാതെ അതേ റൂട്ടിലൂടെ നമ്മൾ വണ്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തുണ്ടാവാം? റോഡ് മോശമായിരിക്കും അല്ലേ? ആ റോഡിൽ കൂടി വണ്ടി ഓട്ടുമ്പോൾ വണ്ടിക്കും തേയ്മാനം വരും, വണ്ടിയുടെ മുകളിൽ ഇരിക്കുന്ന നമുക്കും ഇഷ്യൂസ് വരുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ ലിവറിനെ എത്രത്തോളം എനർജൈസ് ആയിട്ട് പെർഫെക്റ്റായിട്ട് വെക്കാൻ പറ്റുമോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ചക്രത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങളുടെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ലിവറിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ലോഡ് വരുത്തുകയാണ്, അത് ഫുഡിലൂടെ ആയിക്കോട്ടെ ലൈഫ് സ്റ്റൈലിലൂടെ ആയിക്കോട്ടെ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഏതെങ്കിലും ഒരു അസുഖ കാരണമായിരിക്കും. ഞാൻ ഫുള്ളായിട്ട് പറയുന്നില്ല, ആൾറെഡി നമ്മൾ കുറേ ദിവസം ഓർഗൻ ക്ലോക്ക് എടുക്കുന്ന സമയത്തും എല്ലാം തന്നെ. എൻ്റെ സ്ലൈഡ് മൂവ് ആവുന്നില്ലല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ. അതുകൂടാതെ നമ്മുടെ ലിവർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമ്മളുടെ ഒരു സസ്യജാലങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമുക്ക് സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരിക പ്ലാന്റ്സിനെയാണ് ഓർമ്മ വരിക അല്ലേ. അപ്പോൾ നമുക്ക് ജീവനുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ അടുത്ത തലമുറയെ വാർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പേം നമ്മൾ പ്രസവിക്കുന്നവരാണെങ്കിലും ശരി, മുട്ടയിടുന്ന ആനിമൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജീവികളായിക്കോട്ടെ, ഏത് തന്നെ ആണെങ്കിലും നമ്മുടെ ലിവറിൻ്റെ എസൻസ് നന്നായിരിക്കണം. പ്രൈമ ഫേസി 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ഓർഗനാണ് വാട്ടർ, നമ്മുടെ ശരീരത്തിനകത്ത് എലമെൻറ്റ്, അതിൻ്റെ തന്നെ കിഡ്നിയും യൂറിനറി ബ്ലാഡറും. അതുകൂടാതെ നമ്മുടെ എർത്ത് നന്നായിരിക്കണം, സർക്കുലേഷൻ നന്നായിരിക്കണം. പിന്നെ അതിൻ്റെ വിത്തെന്ന് പറയുന്നത് അതിൻ്റെ കാതലായ സാധനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വാട്ടർ ആൻഡ് ലിവറും കൂടെ ചേർന്നിട്ടാണ്. ഓക്കെ, അത് നിങ്ങളുടെ മെൻസസ് സൈക്കിൾ വരുന്ന ഇഷ്യൂസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ സമയത്തിന് നിങ്ങളുടെ ശരീരത്തിനകത്ത് നിന്ന് എവാക്യുവേറ്റ് ചെയ്ത് കളയേണ്ടത്, എജക്റ്റ് ചെയ്ത് കളയേണ്ട ബ്ലഡിൻ്റെ കൂടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ആ മെച്ചുവറായിട്ടുള്ള എന്താ പറയുക എഗ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻസസിൽ ഓവർ ബ്ലീഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെ ലിവറുമായിട്ടും കൂടെ കണക്റ്റഡാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് PCOD അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വെച്ചിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ഫുള്ളി സ്ത്രീയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മെൻസസ് സൈക്കിൾ പ്രോപ്പർ ആണെങ്കിലാണല്ലോ ഒരു സ്ത്രീ. അങ്ങനെ ഒരു മെൻസസ് സൈക്കിൾ പ്രോപ്പർ അല്ലാത്തവരെ നമ്മൾ സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല. സ്ത്രീ രൂപത്തിലുള്ള കുറച്ച് സ്ത്രീയുടെ എനർജിയുള്ള ഒരു യാങ്ങിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ ഒരു എന്താ പറയുക ഒരു അടുത്ത ജനറേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ ടെക്നോളജിയിൽ ഒരു സ്ത്രീയും പുരുഷനും വേണം. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീക്ക് വന്നിട്ട് മെൻസസ് സൈക്കിളിൽ ഇഷ്യൂസാണ്. ഓക്കെ,
അതേമാതിരി തന്നെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ആണുങ്ങൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിറയെ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ പകുതി അത് ഫുള്ള് യാങ്ങും അല്ല, ഇവിടെ ഫുൾ ഇന്നുമല്ല, കുറച്ച് യാങ്ങും കുറച്ച് ഇന്നും അവിടെയും അതേ സ്ഥിതി തന്നെയാണ്. അങ്ങനെ രണ്ട് അപൂർണങ്ങളായിട്ടുള്ള ഇന്നും യാങ്ങും കൂടെ ചേർന്നാൽ നമുക്ക് നല്ലൊരു ജനറേഷൻ എനർജിയുള്ള സീഡായിരിക്കുമോ കിട്ടുക, പ്ലാന്റ്സ് ആയിരിക്കുമോ കിട്ടുക, അതോ നന്നല്ലാത്ത പ്ലാന്റ്സ് ആയിരിക്കുമോ കിട്ടുക? നല്ലത് കിട്ടാൻ നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. ശരിയല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഇപ്പൊ മൊക്കിന് വരാൻ തുടങ്ങി. എല്ലാവിടെയും ഉണ്ട്. ഏതാ സ്ഥലത്തില്ലാത്തത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ചെറിയ ഗ്രാമമാണ്, പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, വലിയ ടൗണൊന്നുമല്ല. മറ്റുള്ള സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുഞ്ഞു സ്ഥലമാണ്. കാരണം തൃശ്ശൂരും കോയമ്പത്തൂരിൻ്റെ ഇടയിലുള്ള സ്ഥലമായതുകൊണ്ട്, തൃശ്ശൂരും കോയമ്പത്തൂരും ഡെവലപ്പ് ആയതുകൊണ്ട് പാലക്കാട് അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ല. ഇവിടെ തന്നെ മുക്കിന് ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സാണ്. ഓക്കെ, ഇത് ആക്ച്വലി വന്നിട്ട് നമ്മൾ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സ് അല്ല നമുക്കിവിടെ ആവശ്യം, സ്ത്രീകളും പുരുഷനെയാണ് ആവശ്യം. നമുക്കിന്നിവിടെ സ്ത്രീകളും പുരുഷന്മാരും ഇല്ല. സ്ത്രീ രൂപത്തിലുള്ള പുരുഷന്മാരും പുരുഷ രൂപത്തിലുള്ള സ്ത്രീകളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോയിട്ട് എന്തുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സീഡ് പ്രോപ്പർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്ലാന്റേഷൻ പിന്നീട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താ പറയുക, മോഡിഫൈഡ് ആയിട്ടുള്ള മറ്റേ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സസ്യജാലങ്ങൾക്കൊക്കെ എതിരെ ഒരുപാട് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഒറിജിനൽ അല്ല. ആ പ്ലാന്റിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും ധാന്യമാണെങ്കിലും ഇട്ടാൽ മുളയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കഴിക്കുന്ന നമ്മളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് പേര് തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് വലിയ എന്താ പറയുക, മറ്റേ സാധാരണ അഗ്രികൾച്ചറലായിട്ടുള്ള വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇല്ലാതെ ഒരുപാട് മറ്റേ അസോസിയേഷൻസുകാർ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത് തന്നെയാണ് നമ്മളിലും. നമ്മളായിരിക്കണം, ആണായിരിക്കണം, സ്ത്രീയായിരിക്കണം. ഇന്ന് കാലത്ത് അതില്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും ഇൻഫെർട്ടിലിറ്റിയുടെ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ വാട്ടറിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, നമുക്ക് എന്തിനേയും കൂടെ ശ്രദ്ധിക്കണം, ലിവറിനെയും കൂടെ ശ്രദ്ധിക്കണം, അതിൻ്റെ ഒപ്പം എർത്തിനെ ശ്രദ്ധിക്കണം. ഇത് മൂന്നും മേജറാണ്. ഓക്കെ, ലോവർ സൈഡിലുള്ള പ്രധാനപ്പെട്ട 3 ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വാട്ടറും മറ്റേ വുഡും എർത്തുമാണ്. അപ്പറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ട് ആദ്യം ഫയർ വരും. ഓക്കെ, അപ്പോഴും നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ വുഡ് വരും, അല്ലെങ്കിൽ വാട്ടർ വരും. അപ്പോൾ നിങ്ങളിങ്ങനെ കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ അസുഖത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അസുഖങ്ങളൊക്കെ എഴുതി അതിന് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് നേരിട്ട് ലിവറിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഇൻറ്റേർണലി സേഫ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിനെ നമ്മൾ നേരിട്ട് അതിലേക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്തിനാണ്? നമ്മൾ കൊടുക്കുന്നത് എർത്തിന് മാത്രമാണ് കൊടുക്കുന്നത്. എർത്തിലേക്ക് ഡംപ് ചെയ്യുന്നത് നാക്കിന് വേണ്ടിയിട്ടായിരിക്കരുത്, നിങ്ങളുടെ ശരീരത്തിന് ആയിരിക്കണം. പലരും പറയാറുണ്ട് എനിക്ക് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണെന്ന്. നമ്മൾ ജ്യൂസ് കുടിക്കാൻ അവിടെ പോയി കടയിലിരുന്ന് ജ്യൂസ് കൊണ്ടുവന്ന് വെക്ക്, നമ്മളെടുത്ത് മണത്ത് ഒരു സിപ്പ് കഴിക്കുമ്പോഴേക്കും അത് മുഴുവനും അകത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ സാധനം ടേസ്റ്റ് ചെയ്തിട്ടല്ല നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ആ ഒരു സാധനം വേണമെന്ന് പറയുന്നത്? കാരണം നമുക്ക് സ്മെൽ ഒബ്സർവ് ചെയ്യാനുള്ള കഴിവ് മൂക്കിന് മാത്രമേ ഉള്ളൂ. അതേമാതിരി തന്നെ നമുക്ക് നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിനകത്തുള്ള നാക്കിന് മാത്രമാണ് ടേസ്റ്റ് അറിയത്തുള്ളൂ. വേറെ ഒരു സ്ഥലത്തേക്കും ഈ സാധനം ടേസ്റ്റ് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഓരോ സാധനങ്ങളും എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. അപ്പോൾ ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് മുഴുവനും നാക്കിൽ നിന്ന് തന്നെ അബ്സോർബേഷൻ കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് പോകാൻ. നിങ്ങൾ ചിക്കൻ കഴിക്കുകയാണെങ്കിലും ശരി, മട്ടൻ കഴിക്കുകയാണെങ്കിലും ശരി, ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിന് ആദ്യം ആവശ്യമുണ്ടോയെന്നറിയണം. അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കഴിക്കുന്നെങ്കിൽ അത് മുഴുവനും ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റേതായ പരിണിത ഫലം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് വിട്ടിട്ട് ഒരുപാട് പുറത്തു പോകുന്നു. ഓക്കെ, അതേമാതിരി തന്നെ ദ ലിവർ ഹാസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റോറിങ് ബ്ലഡ് ആൻഡ്
regulating the volume of blood in circulation in order to prevent bleeding. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിനകത്ത് എക്സസ് ബ്ലഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറാണ്. അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ കൂടുതലുണ്ട്, അതിനെ വന്നിട്ട് മസിലിലേക്ക് എടുത്ത് വെക്കുന്നതും ലിവർ തന്നെയാണ്. ഓക്കെ, സോ ഈ ലിവറിൻ്റെ ഇംബാലൻസ് ആയ ഇത് മുഴുവനും തരികടയാവും. അപ്പോൾ എന്താ വെച്ചാൽ മസിൽസ് സ്റ്റോർ ചെയ്യില്ല, അത് മുഴുവനും ബ്ലഡിലേക്ക് വരും. ഓക്കെ, സ്റ്റോറിങ് നടക്കത്തില്ല. ഡയബറ്റിക് ഉള്ള പേഷ്യൻസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മസിൽസ് മുഴുവനും ഇല്ലാണ്ടാകും, പക്ഷേ ബ്ലഡിനകത്ത് കണ്ടമാനം ഷുഗർ ഉണ്ടാവും. അതേമാതിരി തന്നെ ഈ ബ്ലഡ് മറ്റേ നമുക്ക് ശരീരത്തിന് വളരെ അത്യാവശ്യമാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ബ്ലഡാണ് നമ്മുടെ ജീവൻ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഈ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നിയാണ്. ഓക്കെ, പക്ഷേ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ലിവറാണ്. അതേമാതിരി കിഡ്നിക്ക് ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാൻ ഇൻഫർമേഷൻ കൊടുക്കേണ്ടതും ലിവറാണ്. പക്ഷേ ബ്ലഡ് കുറവുണ്ടോ ഇല്ലയോ നോക്കുന്നത് ശരീരത്തിനകത്ത് ഇൻഫർമേഷൻ ശരിക്കും മോണിറ്റർ ചെയ്ത് ലിവറിനെ അറിയിക്കുന്നത് നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ഇതെല്ലാം തന്നെ നോക്കുക. ഒരു ലിവർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതൊന്നിനെ ആദ്യം പ്രോംപ്റ്റ് ആക്കിയാൽ മാത്രമേ നമ്മൾ ശരിക്കും ഡയഗ്നോസിസ് പോലും പ്രോപ്പർ ആവുള്ളൂ. പണ്ട് ആയുർവേദത്തിലും ഹോമിയോയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അവർ പോയി കഴിഞ്ഞാൽ എന്ത് തന്നെ അസുഖമാണെങ്കിലും ആദ്യം അവരെന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾക്ക് വയറ് ക്ലീൻ ചെയ്യാൻ, ശരീരം ശുദ്ധീകരിക്കാനുള്ള മരുന്നാണ് പണ്ട് സിദ്ധയിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം പോയി പിന്നെയാണ് ഡയഗ്നോസിസ് എന്ന് പാർട്ട് തന്നെ തുടങ്ങത്തുള്ളൂ. പണ്ട് കാലത്ത് പോയവർക്കറിയാം, ഇന്നതൊക്കെ മാറി. അതേമാതിരി തന്നെ TCMൻ്റെ ആസ്പെക്ട്സിൽ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യം വന്ന ഉടനെ ലിവറിന് പറ്റിയിട്ടുള്ളൊരു ഫുഡ് സ്റ്റൈൽ അങ്ങോട്ട് കൊടുക്കുക, ലിവറിനെ എനർജൈസ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം ശരിക്കും ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ മാത്രമേ പ്രോപ്പർ ആവത്തുള്ളൂ. കാരണം നമ്മളിത് വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഓക്കെ, നമ്മൾ ബ്ലഡ് വന്നിട്ട് വൊമിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ബ്ലീഡിങ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ മെൻസസ് സൈക്കിൾ ആണെങ്കിലും ശരി, അതല്ലാതെ നമ്മുടെ റുട്ടീനിലായിക്കോട്ടെ, ഇതെല്ലാം തന്നെ ലിവറുമായിട്ട്, കാരണം ഇതുമെല്ലാം മൂവ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് സെപ്പറേറ്റ് നമ്മളിതിനെ കൂടുതൽ പറയുന്നില്ല. സോ ഇതെല്ലാം ലിവറിൻ്റെ തന്നെ പാർട്ടാണ്. അതേമാതിരി തന്നെ ലിവറിനെ ഡാമേജ് ചെയ്യുന്ന ഒരു എമോഷൻ കൂടിയാണ് ആങ്കർ എന്ന് പറയുന്നത്. അത് എക്സസ് ഹീറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എല്ലാത്തിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലിവറിനെ എഫക്റ്റ് ചെയ്യും. നമ്മളെപ്പോഴും എല്ലാത്തിനും ഓവറായിട്ട് സന്തോഷപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫയറിനെ അത് എഫക്റ്റ് ചെയ്യും. ഏത് സമയത്തും ഓവർ തിങ്കിങ് ആണെങ്കിൽ നിങ്ങളുടെ എർത്തിനെ അത് എഫക്റ്റ് ചെയ്യും. ഏത് സമയം ഭയചിത്തരായിട്ടാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ വാട്ടറിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു എമോഷൻസിനെ നിങ്ങൾ അധികരിക്കും തോറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. വെറുപ്പ് നിങ്ങളിൽ വന്നിട്ട് ഫയറിനെ ഇംബാലൻസ് ചെയ്യിക്കും. ഓക്കെ, ഇറിറ്റേഷൻ ലിവറിനെയും ഫയറിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെ എല്ലാ എമോഷൻസും നിങ്ങൾ ഏതാണോ, ഇപ്പോൾ നിങ്ങൾ എപ്പോഴും വന്നിട്ട് ഒരാളെ കുറ്റം പറയുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓർഗനെ ഇംബാലൻസ് ആകാൻ കാരണമാകും. ഏത് എമോഷൻ ആയിക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ന്യൂട്രലായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും നമ്മൾ എമോഷണലി വീക്കാകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രകടിപ്പിക്കാതിരിക്കുന്നത് വേറെ. എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യമുണ്ട്, പക്ഷേ എന്താ പറയുക, ഞാനത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ദോഷമാണ്. നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വരാൻ പാടില്ല. പറഞ്ഞു വരുന്നത് മനസ്സിലാകണ്ടോ? പ്രകടിപ്പിക്കലും പ്രകടിപ്പിക്കാതിരിക്കലും രണ്ടും രണ്ടാ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ വരാൻ പാടില്ല. അതാണ് നമ്മളിലേക്ക് എത്തേണ്ടത്. നമ്മുടെ നമ്മൾ മെഡിറ്റേഷനും മറ്റുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്കാണ് എത്തുന്നത്. അല്ലാണ്ട് നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ മുഴുവനും മനസ്സിനകത്ത് അടക്കി വെച്ച് പുറത്ത് കാണിക്കാതിരിക്കാനല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്. മറിച്ച് അങ്ങനെ ഒരു ഇഷ്യൂസ്, നമുക്ക് ദേഷ്യം വരുന്നൊരു ഇഷ്യൂസ് വന്ന് ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ പോലും നമുക്ക് എന്ത് വരരുത്, ദേഷ്യം വരാതിരിക്കണം. ദേഷ്യത്തിന് മാത്രമല്ല, എല്ലാ എമോഷനിലും അങ്ങനത്തെ. ഓക്കെ, സോ അതിൻ്റെ എന്താ പറയുക, ഫ്ലൂയിഡാണ് കണ്ണുനീര്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് കണ്ണുനീരൊക്കെ കരയുന്നത്, കണ്ണുനീര് പുറത്തേക്ക് പോകുന്നത് വന്നിട്ട് ലിവറിന് ടോക്സിൻസ് കളയാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് കരയും. ജനിച്ച സമയത്ത് അവരൊരു സ്റ്റേജസ് വരെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കരയുന്നതൊക്കെ
ഗ്രോത്തിങ് സ്റ്റേജിൽ ഒരുപാട് കരയും. അത് വളരെ നല്ലതാണ്. ആ കുട്ടികളുടെ ലിവറിനെ റീജനറേറ്റ് ചെയ്യാൻ അത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത് ഞാൻ പണ്ട് എപ്പോഴും പറയാറുള്ളതാണ്. സ്ത്രീകൾക്ക് പണ്ട് ലിവർ ഡിസീസ് വരില്ല, ഇന്നത്തെ സ്ത്രീകൾക്ക് ലിവർ ഡിസീസ് ഒരുപാടാണ്. എന്താ കാരണം? പണ്ട് സ്ത്രീകൾക്ക് കരയാനുള്ള ഓപ്പർച്യൂണിറ്റി നിറയെ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ കണ്ണുനീര് പുറത്ത് കളയാനുള്ള ഓപ്പർച്യൂണിറ്റി നിറയെ ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് ഇവർ ബാക്കിയുള്ളവരെ കരയിപ്പിക്കുന്നത് കൊണ്ട് ലിവറിലെ ടോക്സിൻ ക്ലിയർ ആവുന്നില്ല. ജസ്റ്റിന് പറഞ്ഞാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് ആലോചിച്ച് നോക്കൂ, സത്യമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ അതേമാതിരി തന്നെ നമ്മുടെ ടെൻഡൻസും മസിൽസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ലിവറാണ്. മസിൽസ് എർത്തിനെയാണ് പൊതുവെ പറയുമെങ്കിൽ പോലും വുഡ് എർത്തുമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മളുടെ മസിൽസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും ടെൻഡൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലിവറിൻ്റെ ചീല് ഇംബാലൻസ് ആയിട്ട് കണക്കാക്കണം. നമ്മുടെ കണ്ണിൽ വന്നിട്ട് വെറുതെ ചൊറിയുക, അതല്ലെങ്കിൽ കണ്ണ് ഐലിഡ്സ് വെറുതെ അടയ്ക്കുക, ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിവറിന് ചീ ഇംബാലൻസ് ആണ്. അതേമാതിരി കണ്ണിൽ ചുവപ്പ്, വെറുതെ ഇരുന്നാലും കണ്ണ് ചുവന്നിരിക്കും ഏത് സമയത്തും. ഒന്ന് കാറ്റത്ത് പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും തന്നെ കണ്ണിൻ്റെ നിറം മാറൽ, കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇറിറ്റേഷൻ വരുന്നത്, ഇതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിവർ ചീ ഇംബാലൻസ് ആണ്. ഓക്കെ, ഒരാൾ കണ്ണാടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കിക്കൂടുക അയാളുടെ ലിവർ ചീ ഇംബാലൻസ് ആണ്. ലിവർ പ്രോബ്ലം അല്ല ഞാൻ പറയുന്നത്, ലിവറിന് ഇഷ്യൂസ് ഉണ്ടെന്നല്ല പറയുന്നത്. ഫിസിക്കലായിട്ട് അതിൻ്റെ ചീയിലുള്ള ഇംബാലൻസ് ആണ്. മനസ്സിലാവുണ്ടോ? ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾക്ക് വെറുതെ നടന്നു പോകുമ്പോഴേക്കും തന്നെ കാലൊന്ന് വെറുതെ സ്ലിപ്പാകുമ്പോഴേക്കും തന്നെ അതൊരു 5-6 ദിവസത്തേക്ക് അവിടെ വന്നിട്ട് കാലിന് ടെൻഡന് വീക്കൻസ് ആണ്. കളിക്കാൻ പോകുമ്പോഴേക്കും കാല് സ്ലിപ്പാവുക, അതല്ലെങ്കിൽ കാല് മുട്ട് ജോയിൻസ് ഒന്നും എന്താ പറയുക ബലമില്ലാത്ത മാതിരി തോന്നുക, ഇതെല്ലാം വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചോളാം, നിങ്ങൾക്ക് ലിവർ ചീ ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ലിവർ ചീ ഇംബാലൻസ് ഉണ്ടായിരുന്നിട്ട് വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ മാത്രമാണ് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അസുഖം വേറൊരു ഭാഗത്തേക്ക് മാറ്റപ്പെടും. എക്സാമ്പിൾ, ഇപ്പോൾ വെരിക്കോസ് വെയിൻ പല ആൾക്കാരും പോയിട്ട് സർജറി ചെയ്യാറുണ്ട്. സർജറി ചെയ്തു കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനകത്ത് തന്നെ അടുത്ത കാലിലേക്ക് അത് മാറ്റും. ആ കാലം സർജറി ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ 2 കാലിൽ എവിടെയെങ്കിലും അത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. എന്ത് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇഷ്യൂസിനെയാണ്. നമ്മുടെ മുഖത്ത് ഒരു കറുത്ത പാട് വരുന്നു, അവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ കളർ മാറ്റുന്നത് പോലെ തന്നെയുള്ളൂ. അവിടെ പ്രോബ്ലം ഒന്നും മാറിയിട്ടില്ല, ബാക്കിയുള്ളവർക്ക് കാണുന്നില്ല. ഓക്കെ, സോ അപ്പോൾ നിങ്ങളങ്ങനെ ഒരു റൂട്ട് കോസിനെ അല്ലാതെ നിങ്ങൾ സിംറ്റം വൈസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയെ കൂടുതൽ രോഗിയാക്കി മാറ്റുക. മനസ്സിലാവണ്ടോ പറയുന്നത്? സജീവ് സാർ അല്ലേ പറഞ്ഞു? സാർ മനസ്സിലാവണ്ടോ എന്ന് സാറ് പറയുന്നത് ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട്, അതൊന്ന് കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വേറെ ആരും എനിക്കൊരു വോയിസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഓർഗൻ ക്ലോക്ക് പറഞ്ഞു നമ്മുടെ നഖങ്ങൾ ലിവറിൻ്റെ ചീനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നഖം വന്നിട്ട് ഒരുപാട് സോഫ്റ്റായിരിക്കുക, അതല്ലെങ്കിൽ നഖത്തിനകത്തൊക്കെ ലെയേഴ്സ് ഉണ്ടാവുക, അതല്ലെങ്കിൽ അതിനകത്ത് കളർ ചേഞ്ചസ് വരിക, ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലിവർ ചീ ഇംബാലൻസ് ആണ്. അതേമാതിരി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന നഖങ്ങൾ. ഓക്കെ, കാലിലെ നഖം വരും, എവിടെയെങ്കിലും നടക്കുമ്പോൾ ഇതന്നെ അറിയാതെ എപ്പോഴും ഒരു സൈഡ് പൊട്ടിക്കൊണ്ടേയിരിക്കും. കുറച്ച് പ്രായമായവരിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സിംറ്റം കാണാൻ പറ്റും. അവർക്ക് നഖം ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോവും. അവർ ഹാർഡായിട്ട് എവിടെയും പോയി ഇടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇടിക്കാനുള്ള എനർജിയിലേ ആയിരിക്കില്ല അവർ നടക്കുന്നുണ്ടാവുക, എന്നാലും നഖങ്ങൾ പൊട്ടി പോകുന്നത്. ഇതെല്ലാം തന്നെ ലിവറിൻ്റെ എന്താ പറയുക ചീയുടെ ഇംബാലൻസാണ്. ഓക്കെ, അതെ, കളറ് മറ്റേ ചുളിവുകൾ, നഖം വരുമ്പോൾ തന്നെ അത് ചെറുപ്പത്തിലൊരിക്കൽ കുഴിനഖം വന്നതാണ്, അതിന് ശേഷം നഖം എപ്പോഴും ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് പലരും. സത്യം പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ലിവർ ചീയുടെ ഇംബാലൻസ് ആണ്. അങ്ങനെ ഒരിക്കൽ നഖം കുത്തിപ്പഴുന്ന ആ നഖം പോയ ശേഷം തിരിച്ചു വരുന്ന നഖവും പ്രോപ്പർ അല്ല വരുന്നത് എങ്കിൽ എന്താണ്, ചെടി മര്യാദയ്ക്ക് വളരണില്ല എങ്കിൽ അതിൻ്റെ റീസൺ ചെടിയിലാണ്. അതേപോലെ തന്നെയാണ് നഖം വളരുന്നതിൽ ഉള്ള ഇഷ്യൂസ്, അത് കളറിലായിക്കോട്ടെ എങ്ങനെ തന്നെ ആണെങ്കിലും തന്നെ ഇതാണ്. അപ്പോൾ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം തന്നെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
വളരെയേറെ പ്രാധാന്യമാണ് എന്തോ നമ്മുടെ ലിവറിൻ്റെ ചീ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിഡ്നിയിലേക്ക് ഇന്ന് പോകണമെങ്കിൽ പോകാം. അല്ലെങ്കിൽ ഇന്ന് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ തോന്നുന്നു അല്ലേ? കുറേ പേര് ഇന്ന് ലീവ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര പേര് ലീവ് പറയണത്. ബാക്കിയുള്ളവരാരും പറയാറില്ല, എന്നാൽ ഇന്ന് കുറേ പേര് ലീവ് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്ലോയിൽ പോകണമെന്ന് തോന്നുന്നു. ഓക്കെ, അതോ നമുക്ക് കിഡ്നിയിൽ പോകാലോ? കുറച്ചെടുത്ത് നിർത്താം. സജീവ് സാറിൻ്റെ വോയിസ് കേട്ടു. ഓക്കെ, താങ്ക് യു. അപ്പോൾ കിഡ്നി എന്ന് പറയുന്നത് ജീവൻ്റെ ഏറ്റവും വലിയ കണികയാണ്. ഈ വെള്ളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ ഓർഗൻ ക്ലോക്ക് പറയുന്ന സമയത്ത് പറഞ്ഞു, ഓരോ എലമെൻറ്റിനും ഓരോ പ്രത്യേകതയാണ്. അഗ്നിക്ക് ശുദ്ധീകരണ പ്രക്രിയയാണ്. അഗ്നി എന്ന് പറയുന്നത് പ്യുവറാണ്. അത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുകയും അതിനൊപ്പം തന്നെ അത് പ്യുവറായിട്ട് നിലനിൽക്കുകയും ചെയ്യും. അഗ്നിക്ക് ഉപയോഗിക്കുന്ന എന്താ പറയുക, ഫ്യൂവൽ ഏത് തന്നെ ആയിക്കോട്ടെ, അഗ്നി പക്ഷെ പ്യുവറായിരിക്കും. ശുദ്ധിയുള്ള സാധനമാണ് അഗ്നി. ഓക്കെ, അതുകൊണ്ടാണ് ഹിന്ദു കൾച്ചറിൽ വന്നിട്ട് ഏതൊരു നല്ല കാര്യങ്ങൾക്കും അഗ്നിയെയാണ് സാക്ഷി നിർത്തുക. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിക്ക് അശുദ്ധിയില്ല. അത് എപ്പോഴും ശുദ്ധിയായിരിക്കുന്ന സാധനമായതുകൊണ്ടാണ് അഗ്നിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഹിന്ദു കൾച്ചറിൽ. ഓക്കെ, അല്ലെങ്കിൽ ഭാരതീയ കൾച്ചറിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. വെള്ളത്തിന് ഞാൻ ഓർഗൻ ക്ലോക്ക് എടുക്കുമ്പോൾ പറഞ്ഞാണ്, മെമ്മറി പവറുള്ള 5 എലമെൻറ്റിലെ ഒരേ ഒരു ഓർഗണാണ് വാട്ടർ എലമെൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് പ്രീനേറ്റൽ ചീ വന്നിട്ട് കിഡ്നിയിൽ സ്റ്റോർ ചെയ്യുന്നത്. കിഡ്നിയുടെ എസൻസിലാണ് നമ്മളുടെ അച്ഛനും അമ്മയുടെയും കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൽ നിന്ന് കയ്യിൽ നിന്ന് കൊണ്ടുവരുന്ന എസൻസ് സ്റ്റോർ ചെയ്യാൻ കിഡ്നീനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ മെമ്മറി പവറിൻ്റെ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. അതുമാത്രമല്ല, നമ്മുടെ അക്യുപഞ്ചറിൽ ആൾറെഡി പഠിച്ചവർക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എന്ന് പറയുന്നുണ്ട്, നമ്മൾ അതിനധികം പ്രാധാന്യം കൊടുക്കാറില്ല. ഈ എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എല്ലാം തന്നെ അതിൻ്റെ എന്താ പറയുക, മൂലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, സൂക്ഷ്മതലം എന്ന് പറയുന്നത് തുടങ്ങുന്നത് കിഡ്നിയുടെ ചീനാണ്. ഓക്കെ, സോ വളരെയേറെ പ്രാധാന്യമുള്ളൊരു സാധനമാണ് ലിവർ. നമ്മുടെ കൈ മുഷ്ടിയുടെ വലിപ്പത്തിലുള്ള 2 സാധനങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനകത്ത് ബാക്കി ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഫിൽട്ടറിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് അവിടെ നിൽക്കുകയും ആവശ്യമുള്ളത് ഫിൽറ്ററിന് താഴോട്ട് പോവുകയും ചെയ്യും അല്ലേ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, വേറെ എവിടെ ഫിൽറ്ററിന് ഉപയോഗിക്കുന്നതായിക്കോട്ടെ, മണൽ ചലിക്കാനെടുക്കുന്ന അരിപ്പ പോലും ആവശ്യമുള്ള മണൽ താഴെയും ആവശ്യമില്ലാത്തതിനെയാണ് അത് സ്റ്റോർ ചെയ്യുക അല്ലേ? മറ്റേ ചല്ലടയിൽ ബാക്കി ഉണ്ടാവുന്നത് ആവശ്യമില്ലാത്ത സാധനം. നമ്മൾ വീട്ടിൽ മാവ് ചരിക്കുന്ന സമയത്തായിക്കോട്ടെ, നമുക്ക് ആവശ്യമുള്ള സാധനം താഴോട്ടും ആവശ്യമില്ലാത്ത സാധനം ആ ഫിൽറ്ററിലുണ്ടാവും. ഒരു ചായ കുടിക്കാൻ വേണ്ടി ചായയാണ് നമ്മൾ അരിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ചായയുടെ അതിനെന്താ നിങ്ങളുടെ അവിടുത്തെ ഭാഷ എനിക്കറിയില്ല, ആ കളയേണ്ട സാധനം അരിപ്പയിലും കുടിക്കേണ്ട സാധനം താഴേക്കാണ് പോവുക അല്ലേ? പക്ഷേ കിഡ്നിയുടെ ഫിൽറ്റർ നേരെ തിരിച്ചാണ്. ആവശ്യമുള്ളതിനെ നിർത്തിയിട്ട് ആവശ്യമില്ലാത്തതിനാണ് പുറന്തള്ളുന്നത്. ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ വെള്ളമില്ലാതെ ഒരു ജീവജാലകം പുതിയത് ഉണ്ടാവില്ല. ഏതൊരു ജീവജാലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പോലും ലൈഫ് സൈക്കിൾ പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവണമെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഭൂമിയിൽ ഉപരിതലത്തിൽ 80% സ്ഥലം ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നത് വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ അളവ് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ 85% ഉപരിതലത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് വരുന്ന ചെറിയൊരു ഇംബാലൻസ് പോലും ഭൂമിയുടെ ബാലൻസിനെ തന്നെ ബാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. നമ്മൾ കുഞ്ഞുങ്ങളായി ജനിച്ച് വീഴുന്ന സമയത്ത് 85% കൂടുതലാണ് നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ കണ്ടൻറ്റ്. നമ്മൾ വളർന്ന് വലുതാകുന്ന സമയത്ത് ഈ വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നമുക്കുണ്ടാവുന്ന നമ്മുടെ ശരീരത്തിനും എന്ത് സംഭവിക്കും? ഭൂമിക്ക് എങ്ങനെയാണോ ഇംബാലൻസ് സംഭവിക്കുന്നത് അതേമാതിരി നമ്മുടെ ശരീരത്തിനകത്ത് ഇംബാലൻസ് ഉണ്ടാകും.
അത് നമ്മളുടെ ബാലൻസിനെ തെറ്റിക്കും. അങ്ങനെ തെറ്റുന്ന ഒരു ബാലൻസാണ് നമ്മുടെ ഇയർ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ്, സന്തുലിതാവസ്ഥ, നമ്മൾ നിൽക്കുന്ന സമയത്തും ഈ രണ്ട് ചെറിയ കാലിൽ 80 കിലോ ആണെങ്കിലും ശരി, 300 കിലോ ഉള്ള ആളാണെങ്കിലും ശരി, പ്രോപ്പറായി നടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനകത്തൊരു ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. ആ ബാലൻസിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് കിഡ്നിയാണ്. അത് നമ്മുടെ കാതുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കാതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇയർ ബാലൻസിന് ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തെ വാട്ടർ ചീക്കുക, അല്ലെങ്കിൽ വാട്ടറിന് ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കണം. എന്തൊക്കെ പറഞ്ഞില്ല എന്നുള്ളത് ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വന്നിട്ട് പയ്യെ അതായത് ഒരാഴ്ച നിങ്ങൾ ഏതെങ്കിലും ഒരു ഓർഗനെ എടുക്കുക. ആ ഓർഗണിൻ്റെ സ്ട്രക്ചറും അതെവിടെയാണുള്ളത്, അത് അലോപ്പതിക് മോഡേൺ മെഡിസിനിൽ അതെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അതായത് പ്രധാനപ്പെട്ട എല്ലാം ഒന്നും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കേണ്ട, പ്രധാനമായിട്ട് അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച കൊണ്ട് ഒരു ഓർഗൺ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഒരു ഓർഗനെ കുറിച്ചെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളിത് പോയിട്ട് പരീക്ഷ എഴുതി പാസ്സായി ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിനെങ്കിലും നമ്മൾ നിറഞ്ഞു വെക്കണം അല്ലേ. നമ്മൾ ബാക്കി ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിനെക്കുറിച്ചും നമ്മുടെ ശരീരത്തിലെ ചീ എന്ന് പറയുന്നതിനെക്കുറിച്ചും പ്രാണൻ എന്ന് പറയുന്നതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തിനെക്കുറിച്ചും മനസ്സിലാക്കിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഓരോരോ ഓർഗണായിട്ട് പറയാൻ ഞാൻ ജസ്റ്റ് നമുക്ക് ഇട്ടുമെന്ന് മാത്രം, കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല അല്ലേ. ബ്ലഡ് വരുന്ന സമയത്ത് ആവശ്യമുള്ള സാധനത്തിനല്ല ഇത് പുറത്ത് കളയുന്നത്. ഗ്രീനിഷ് കളറിൽ കാണിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആവശ്യമുള്ളതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് ആവശ്യമില്ലാത്തവരെയാണ് നമ്മൾ പുറത്താക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നമ്മൾ ഫെയിലിയറായി. കാരണം ഒരു ഗ്രൂപ്പ് പോലും നമ്മളെ കൊണ്ട് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റാൻ ശ്രമിക്കണം അല്ലേ. അല്ലാണ്ട് ഇല്ലാത്തവരെ മാത്രം പുറത്തടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. സോ ഒരു ഗ്രൂപ്പിനകത്ത് 40 പേരുള്ള ഒരു ഗ്രൂപ്പിനകത്ത് പോലും ഒരാൾ മോണിറ്റർ ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയേറെ ലിറ്റർ നമ്മൾക്ക് ഓരോ ബ്ലഡിനെയും വരുന്ന സമയത്ത് അതിനകത്ത് ആവശ്യമില്ലാത്തതിനെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത് പുറത്ത് കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ ആലോചിച്ചോളൂ. ഇത് വലിയൊരു മെഷീനൊന്നും അല്ല. നമ്മളുടെ കൈ മടക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഷ്ടിയുടെ അത്രയേ ഉള്ളൂ ഈ കിഡ്നി എന്ന് പറയുന്ന സാധനത്തിൻ്റെ വലിപ്പം. ഓക്കെ, ആ ഒരു കുഞ്ഞു സാധനം നോക്കി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ആ സിസ്റ്റം, ഇതിന് പെർഫെക്റ്റായിട്ട് കോമ്പാക്റ്റായിട്ട് ഒരു മെഷീൻ ഡയാലിസിസ് ഒക്കെ ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ പോലും എത്ര വലിയ മെഷീനാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും ഈ ഒരു കുഞ്ഞു സാധനം എന്തൊക്കെ ചെയ്യുന്നു. ഇത് ഫിസിക്കലി അറിഞ്ഞ് ഫിൽട്രേഷന് മാത്രമാണ് ഈ ഒരു പ്രോസസ്സ്. അതുകൂടാതെ നമ്മുടെ ചീയുടെ സ്റ്റോറേജും ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ള സമയത്ത് അഡ്രിനാലിനിലൂടെ നമുക്ക് സ്റ്റെറോയിഡ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തനം വരുന്ന സമയത്താണ് ഒരു നായ മുടുക്കുന്ന സമയത്ത് നായനേക്കാളും സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുകയും നമ്മളെക്കാളും ഉയരമുള്ള മതിലിലൊക്കെ ചാടി കയറുന്നതൊക്കെ വന്നിട്ട് നമുക്ക് തരുന്ന ആ സ്റ്റെറോയിഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യാനുസരണം തരുന്നത് അഡ്രിനാലിൻ ഗ്രന്ഥിയാണെങ്കിൽ പോലും ആ ഗ്രന്ഥിയുടെ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞത് കിഡ്നിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്റ്റെറോയിഡ് പുറത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇംബാലൻസ് മാറ്റം വരുമെന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ സ്റ്റെറോയിഡ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പാടില്ല. എമർജൻസിക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികളെ ഒരുപാട് ഭയപ്പെടുത്തരുത് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഭയപ്പെടുത്തുന്ന സമയത്ത് കുട്ടികളിൽ വന്നിട്ട് കിഡ്നിയിൽ നിന്നാണ് അതിലേക്ക് എഫക്റ്റ് ഉണ്ടാവുക. അങ്ങനെ കിഡ്നി ഓരോ പ്രാവശ്യം വൈബ്രേഷൻ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റെറോയിഡ്സ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലും അതല്ലാതിരിക്കുന്ന ഭയം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, തൽക്കാലം ഇത്ര മനസ്സിലാക്കാം. സോ ദ കിഡ്നീസ് ബിലോങ്സ് ടു വാട്ടർ ആസ് പെർ അവർ TCM ടെർമിനോളജി. TCM പ്രകാരം അല്ലെങ്കിൽ 5 എലമെൻറ്റ് സിസ്റ്റം പ്രകാരം കിഡ്നി എന്ന് പറയുന്നത് വാട്ടർ എലമെൻറ്റിൻ്റെ ഇൻഓർഗനാണ്. ദ കിഡ്നി സ്റ്റോർസ്
പ്രീ നാറ്ററൽ എസൻസ് ഓർ എനർജി, അതായത് നമ്മുടെ പാരൻസിന് കിട്ടുന്ന എസൻസ് സ്റ്റോർ ചെയ്യുന്നത് കിഡ്നിയിലാണ്. ആർ ദ റൂട്ട് ഓഫ് ഫിൻ ആൻഡ് യാങ് ഇൻ സാങ്ഫു ഓർഗൻസ്, ദ സോഴ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ പ്രീ നാറ്ററൽ ജിയിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ കിഡ്നിയാണ്. അതേമാതിരി തന്നെ നമ്മളൊരാൾ കോമ സ്റ്റേജസിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് കിഡ്നിയിൽ ഒരു പോയിൻ്റ് ഉണ്ട്, ലൈഫ് സേവിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. പല ആളുകളും വന്നിട്ട് മിറാക്കിൾസ് ആയിട്ട് കോമ സ്റ്റേജിലുള്ള ആളുകളെ റിക്കൂപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പോയിന്റ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയാം. ഈ ഇടയ്ക്ക് പോലും നമ്മുടെ ക്ലാസ്സിൽ അദ്ദേഹം ഇന്ന് കയറിയിട്ടില്ല, എപ്പോഴും കയറുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിന് പോലും അദ്ദേഹം ചെയ്തിട്ട് മിറാക്കിളായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടായിരുന്നത്. വേലായുധൻ സാർ ഇന്ന് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ഞായറാഴ്ച കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമ്മുടെ ഓർഗൻ്റെ കൺസ്ട്രക്ഷൻസിന്, നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറിന്, നമ്മുടെ ഗ്രോത്തിന് എല്ലാം പ്രധാനമായിട്ട് നമ്മുടെ കിഡ്നിയുടെ എസൻസാണ് പ്രയോറിറ്റി നൽകുന്നത്. അതുകൊണ്ട് എല്ലാമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നതെന്ന് ജനറലായിട്ട് മനസ്സിലാക്കാം. ദ കിഡ്നീസ് ഓപ്പൺ ഇൻ ടു ഇയർ, കാതിലാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഡോമിനേറ്റിംഗ് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഓർഫീസസ്, അതായത് മുൻവശത്തുള്ളതും പിൻവശത്തുമുള്ള ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ട് കിഡ്നിയാണ്. ആൻഡ് മാനിഫെസ്റ്റ് ഇൻ ദ ഹെയർ, നമ്മുടെ ശരീരത്തിനകത്തുള്ള രോമങ്ങൾ ലങ്ങാണ് കൺട്രോൾ ചെയ്യുന്നത്. തിരിച്ച് തലമുടി വന്നിട്ട് കിഡ്നിയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മുടെ തലമുടി കറുത്തതായിരിക്കുന്നതും വെളുത്തതായിരിക്കുന്നതുമൊക്കെ. അങ്ങനെ ഒരു നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരാൾക്ക് പെട്ടെന്ന് നര വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് അതെന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടാവും, ഇല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ ടി വിയിൽ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഡിഷാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ ആൻറ്റിനയായിരുന്നു, ഇന്ന് ഡിഷാണ് വെച്ചിരിക്കുന്നത്. ആ ഡിഷിനകത്ത് മുഴുവനും വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നമുക്ക് പൊടിയൊക്കെ അതിനകത്ത് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടി വിയിലെ സിഗ്നൽസ് കട്ടാകുമോ ഇല്ലയോ? നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ടി വി മാറ്റണോ അതോ പോയിട്ടൊന്ന് ജസ്റ്റ് അവിടുത്തെ പൊടിയെ തട്ടി കളഞ്ഞാൽ മതിയോ? അപ്പോൾ വീട്ടിൽ സോളാറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പൊടി വന്ന് കയറി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ബോർഡിന് മാറ്റേണ്ട ആവശ്യമില്ല, മറിച്ച് അതൊന്ന് ക്ലീൻ ചെയ്താൽ മതി. അതേമാതിരി ആ ക്ലീനിങ് പ്രോസസ്സ് പോലെ നമ്മുടെ ശരീരത്തിനകത്ത് തലമുടിക്ക് നിറം തന്നതാരാണ്? ഡൈ അല്ലല്ലോ, നമ്മുടെ ശരീരം തന്നെയാണ്. ഒരു സമയമാകുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആളുകളിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വെളുത്ത നിറമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ശരീരം നമ്മളോട് എന്തോ പറയുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നീ പറയണത് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതിൽ ചുവപ്പും പച്ചയും മഞ്ഞയും വെള്ളയും നീലയും കളറടിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? അത് സൂര്യപ്രകാശം തട്ടുന്നതാണെങ്കിലും ശരി, ഓർഗാനിക് ആണെങ്കിലും ശരി, എണ്ണയാണെങ്കിലും ശരി, എല്ലാം തന്നെ. ഓക്കെ. അതേമാതിരി തന്നെ നിങ്ങളുടെ സ്കിന്നിനകത്തൊക്കെ വന്നിട്ട് സാധാരണ സുജോക്ക് പഠിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു പ്രത്യേക ഭാഗത്ത് കറുപ്പ് നിറത്തിൽ ഹാർഡായിട്ട് സ്കിന്ന് വരുന്നു. സുജോക്ക് പഠിച്ചവരുണ്ടോ? ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കാണിച്ചു തരായിരുന്നു. അതിനെന്ത് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കാം. എനിക്ക് സുജോക്ക് അറിയത്തില്ല, ആരെങ്കിലും അഡ്വൈസ് ചെയ്യാമോ? ഹലോ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ചോദിക്കണത്. ആ പേര് പറഞ്ഞ് വിളിക്കണോ? ഓക്കെ, നമ്മൾ ഇനി മെറീഡിയനിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വലിയ കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തൽക്കാലം നമ്മൾ സബ്ജക്റ്റ് മാറ്റാം. ഓക്കെ, അവിടെ രഹസ്യമായിട്ടിരിക്കട്ടെ. അതേമാതിരി വേണ്ട, അതായത് പാത്രം സ്വീകരിക്കാൻ റെഡിയാണെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂ. സുജോക്ക് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാനൊരു സംശയം ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ അത് പറഞ്ഞു തരണം? നിങ്ങൾ രഹസ്യമാക്കി വെക്കുകയല്ലേ, അപ്പം ഞാനും ചില കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാം. ഓക്കെ, സോ നമ്മളുടെ ഭയം അതിൻ്റെ മാനിഫെസ്റ്റ് ഹെയറിലാണ്. എമോഷൻസ് എന്ന് പറയുന്നത് ഫയറാണ്. അപ്പോൾ നമ്മളല്ല, ഭയമാണ്.
അപ്പോൾ പേടിപ്പെടുത്തുന്നതും പേടിക്കുന്നതും എല്ലാം വന്നിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അവരുടെ വാട്ടറിൽ ഇംബാലൻസ് ഉണ്ടാക്കാൻ കാരണമാകും. അതേമാതിരി തന്നെ നമ്മൾ ഒട്ടുമിക്ക ചില ആളുകൾ ചെറിയ ഏജിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് അവർക്ക് മാനസികമായ വിഭ്രാന്തികളും മറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒട്ടുമിക്ക കേസസിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് ഭയമായിരിക്കും. ഓക്കെ, നമ്മൾ ബൈ ബർത്ത് അല്ലെങ്കിൽ വാക്സിനേഷനൊക്കെ എടുത്തിട്ട് കുറേ വാക്സിനേഷൻസ് എടുക്കാറുണ്ട് കുട്ടികളിൽ, അതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വരുന്ന പനി ബ്രെയിനിലേക്ക് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അതല്ലാതെ ചില ആളുകളിൽ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു എന്താ പറയുക ഭയാനകമാണ്. ബാക്കി ഒരു കുഴപ്പമില്ല, കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചിലർക്ക് വിഭ്രാന്തി കാണിക്കും. അതല്ലെങ്കിൽ പല രീതിയിലും ചിലവർക്ക് എല്ലാ കാര്യങ്ങളും വിഭ്രാന്തി വരും. ഇങ്ങനെയുള്ള കേസസ് ഒക്കെ നിങ്ങൾ ഒട്ടുമിക്കം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ഭയം എന്ന് പറയുന്ന റൂട്ട് കാസ് ഉണ്ടാവും. അതേമാതിരി ചില 90% ഓഫ് കുട്ടികൾ ജനിക്കുന്ന സമയങ്ങളിൽ അവരുടെ അമ്മമാർ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും എമോഷണൽ ഇംബാലൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ആ കുട്ടികളുടെ സ്വഭാവങ്ങളിൽ പ്രതിഫലിപ്പിക്കും. അത് മാനസികമായ അസുഖമാവാം, അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാതെ ആവാം, ഏത് രീതിയിലായെങ്കിലും വരാം. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ ഗർഭിണികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്. അവർ വേറെ സ്ഥലത്തേക്ക്, പുതിയ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കത്തില്ല. എവിടെയായിരുന്നു അവർ കംഫർട്ടബിൾ അവിടെ തന്നെയാണ് ഇരുത്തിക്കുക. അങ്ങനെ ഒരുപാട് സന്ധ്യയ്ക്ക് പുറത്ത് പോകാൻ പാടില്ല, രാവിലെ നേരത്തെ പുറത്ത് പോകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾസ് വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും അന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ഇതെല്ലാം എന്താ വെച്ചാൽ ഒരു കാരണവശാലും ഗർഭിണി ഒരു കാരണവശാലും പേടിക്കാൻ പാടില്ല. പുതിയ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലത് ഇടിക്കുകയോ മറ്റേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക നല്ല കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ പിൻവശത്തുണ്ട്. നമ്മൾ അതൊന്നും കാണാതെ നെഗറ്റീവ് വശം മാത്രം കാണുന്നതുകൊണ്ടാണ് എന്നാണ്. അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരിയൊന്നുമല്ല. അവർ കൺസീവായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസവം ദിവസം രാവിലെ തൊട്ട് മുമ്പിലെ ദിവസം വൈകുന്നേരം വരെ അവരുടെ റുട്ടീനായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യും. അന്നൊന്നും വീട്ടിൽ വന്നിട്ട് ടാപ്പ് വെറുതെ ഒരു വിരൽ കൊണ്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിരലോട് തട്ടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് അടുത്ത് പോയി നിന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളം വരും. സോ അന്ന് കാലത്ത് വെള്ളം കിണറ്റിൽ നിന്നാണ് കോരിയിട്ടുണ്ടായിരുന്നത്. കുളിക്കാൻ പോകുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നില്ല, പുറത്തായിരുന്നു. ഇതെല്ലാം അവരുടെ റുട്ടീനായിട്ട്. പാടത്ത് പണിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പാടത്ത് പണിക്ക് പോകും, വെള്ളം കോരും, മുറ്റടിച്ചു വാരും, എല്ലാം ചെയ്യും. ഇന്ന് കൺസീവ് ആയി എന്ന് 3 മാസം തികയുന്നതിന് മുമ്പേ തന്നെ ബെഡ് റിട്ടേണാണ്. എന്താ പണി? അല്ല, ഞാൻ ബെഡ് റെസ്റ്റാണ്, ബെഡ് റെസ്റ്റാണ്. എന്താ ചെയ്യുന്നത്? വെറുതെ കിടന്നുകൊണ്ടിരിക്കും. ആഹാരം കഴിക്കുന്നതോ അതൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്. പണിയൊട്ടില്ലാതാനും എഴുന്ന് അടിച്ച് കയറ്റും. ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് തോന്നരുതേ, ജസ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിനെ കുറിച്ച് പറഞ്ഞു പോയി എന്ന് മാത്രം. അതേമാതിരി തന്നെ നമ്മുടെ സലൈവ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ അറിയാലോ, ഒരു വെള്ളം എന്ന് പറയുന്നതാണെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും വാട്ടർ വേണം കൊടുക്കാൻ. സലൈവ എന്ന് പറയുന്നതും അതിൽ പെർസെൻറ്റേജ് ഓഫ് വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സലൈവയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അല്ലെങ്കിൽ എവിടെയൊക്കെ ഫ്ലൂയിഡിറ്റി ഉണ്ടോ, എവിടെയൊക്കെ നമ്മുടെ നനവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കഫം വേണമെന്നുണ്ടെങ്കിൽ അവിടെയും വെള്ളം വേണം. വായിൽ സലൈവ വരണമെന്നുണ്ടെങ്കിൽ അതിനും വെള്ളം വേണം. ശരീരത്തിന് വേർപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ വേണം. അപ്പം നമ്മുടെ ബോഡിയുടെ വെള്ളം കണ്ടന്റ് എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് കിഡ്നി തന്നെയാണ്. ഇപ്പോൾ സലൈവ എന്ന് എന്തുകൊണ്ടാണ് ഇവിടെ സലൈവയെ മാത്രം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സലൈവ വന്നിട്ട് വെള്ളത്തിൻ്റെ പാർട്ടാണെന്ന് ഓർമ്മ വരില്ല. അതുകൊണ്ട് അതിനെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ യാങ് പൊളാരിറ്റി ഓർഗൻ യൂറിനറി ബ്ലാഡറാണ്. ദ കിഡ്നി ക്യാൻ സ്റ്റോർ എസൻസ് സോ ദാറ്റ് എസൻസ് വിൽ നോട്ട് ബി ലോസ്റ്റ് ആൻഡ് എഫക്റ്റ് ദ ഗ്രോത്ത്. കിഡ്നീനെ വന്നിട്ട് ആണ് ഈ എസൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നഷ്ടപ്പെടാനോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ യൂട്ടിലൈസേഷൻ കുറവാകുകയോ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും എല്ലാം തന്നെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും. ഇതെല്ലാം ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല, കാരണം ആരെയും മോൻ കാണാത്തതുകൊണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള പുതിയ ജനറേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സോഴ്സ് വുഡിൻ്റെ കൂടെ ചേർന്ന് വാട്ടറും കൂടെ ചേർന്നിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യുന്നത്. അതിനെല്ലാം ഈ എസൻസ് ആവശ്യമുണ്ട്. ഈ എസൻസ് വളരെ കുറവാണെങ്കിൽ ലിവർ നന്നായിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പ്രത്യുൽപാദനത്തിന് പറ്റിയെന്ന് വരത്തില്ല. എസൻസ് ഈസ് ദ ബേസിക് മെറ്റീരിയൽ ഓഫ് എ ഹ്യൂമൻ ബോഡി ആൻഡ്
ആൻഡ് ഓഫ് മെനി ഓഫ് ഇറ്റ്സ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. നമ്മുടെ മറ്റേ മനുഷ്യ ശരീരത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ഇപ്പോൾ ശരീരത്തിന് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ അസ്ഥിവാരത്തിന് ഒരു വീടിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അസ്ഥിവാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ആയിക്കോട്ടെ, ഗ്രോത്തിനുള്ളതായിക്കോട്ടെ, എല്ലാത്തിനും വന്നിട്ട് എസൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ കിഡ്നി എസൻസ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്. ഒന്ന് പ്രീനേറ്റൽ, ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്നത്, ഇതൊക്കെ നമ്മൾ ആൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതാണ്. പിന്നെ ഒന്ന് നമ്മൾ ആഹാര രീതിയിൽ നിന്നും ഫുഡിൽ നിന്നും റെസ്റ്റിൽ നിന്നും എക്സസൈസിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും ഉണ്ടാക്കുന്ന ചീ. ഓക്കെ, ഈ നമുക്ക് അക്വേർഡ് ചീനെ മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചീയുടെ അളവ് വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാണ്. അപ്പോൾ മറ്റേ നമ്മൾ ആൾറെഡി പറഞ്ഞാണ് പാരൻസ് നിന്നാണ് നമ്മുടെ പ്രീനാറ്റൽ ചീ കിട്ടുന്നത്. ഓക്കെ, ബാക്കി ഫുഡിൽ നിന്നും എസൻസും കിട്ടുന്നതാണെന്ന് പറഞ്ഞു. ഇതെല്ലാം ഞാൻ ആൾറെഡി പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ആൾസോ ദ സോഴ്സ് ഓഫ് പ്രീനാറ്റൽ എസൻസ് ആൻഡ് അക്വേർഡ് എസൻസ് ഈസ് ഡിഫറെൻറ്റ്. പ്രീനേറ്റൽ ആൻഡ് അക്വേർഡ് എസൻസ് ആർ ബോത്ത് സ്റ്റോർഡ് ഇൻ ദ കിഡ്നീസ്. അതായത് ഈ എസൻസ് സ്റ്റോർ ചെയ്യുന്നത് അത് ആഹാരത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ശരി, പാരൻസിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിലും ശരി, ഈ സ്റ്റോർ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് കിഡ്നിയിലാണ്. ഓക്കെ, ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്യും, ചീ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ മസിൽസിൽ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷുഗറിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമെങ്കിൽ പോലും എസൻസ് വന്നിട്ട് രണ്ടും രണ്ട് തരത്തിലുള്ള സാധനമാണെങ്കിലും അത് സ്റ്റോർ ചെയ്യുന്നത് കിഡ്നിയിലാണ്. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം ബിഫോർ ബർത്തിൽ പ്രീനാറ്റൽ എസൻസ് ആൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. അതാണ് അതായത് ആഹാരത്തിൽ നിന്ന് കഴിച്ച് എടുക്കുന്ന എസൻസിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ആഹാരം കഴിച്ചു, അതിൽ നിന്ന് എസൻസ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പോലും പ്രീനാറ്റൽ ചീയുടെ കൊണ്ടുണ്ടാക്കിയ ഓർഗൻസും ഇതിൻ്റെയും ആകെത്തുകയുള്ള ഫങ്ഷനിലാണ് ഇതെല്ലാം വിഭജിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് ദഹനം പ്രോപ്പറായി നടന്ന് അതിനകത്ത് നിന്ന് എസൻസ് ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിലും ഈ പ്രീനാറ്റൽ എസൻസ് വളരെയേറെ മസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ വയറ്റിൽ നിന്ന് ഈ കുഞ്ഞായിരിക്കുന്ന സമയം തന്നെ നമ്മുടെ ഓർഗൻസൊക്കെ ഉണ്ടാകുന്നതും അതിനുശേഷം ഡെലിവറിക്ക് ശേഷം ഈ ഓർഗൻ എല്ലാം വന്നിട്ട് അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഫങ്ഷനാലിറ്റിക്കും ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം തന്നെ ഈ പ്രീനാറ്റൽ എസൻസാണ്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ഇതിലെടുക്കാം. സമയം ഇപ്പോൾ 8:50. ഓക്കെ, ഞാൻ വന്ന ഉടനെ ഇരുന്നതായതുകൊണ്ട് ഞാനും ഇന്ന് ഇത്തിരി ടയേർഡാണ്, ചൂട് കാരണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.